പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പ്രത്യേകം പറയാൻ എന്നോട് പറഞ്ഞ ദൂത് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ചില ഭൗതിക വിഷയങ്ങൾക്ക് മാറ്റം വന്നാലും ഇല്ലെങ്കിലും എനിക്ക് അതിശ്രേഷ്ഠനാകണമെന്ന് എത്ര പേർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും? ചില കുരിശുകൾ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കട്ടെ, ചില ശൂലങ്ങൾ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കട്ടെ, ചില പ്രതികൂലങ്ങൾ കൺമുമ്പിൽ നിന്ന് മാറാതിരിക്കട്ടെ, ചില നിന്ദകൾ മാറാതിരുന്നോട്ടെ. അതിന്റെ നടുവിലും എന്നെ അതിശ്രേഷ്ഠനാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വിമർശിച്ചവരുടെ നടുവിൽ, കണക്കെഴുതിയവരുടെ നടുവിൽ എന്നെ അതിശ്രേഷ്ഠമതിയാക്കുന്ന ഒരു കൃപയുണ്ടെങ്കിൽ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചു ദൈവകൃപയിൽ ആത്മാവിന്റെ ചുരുളടിയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ കിട്ടിയ ദൈവിക വെളിപ്പാട് പറയാം. ഞാൻ ദൂത് പറയാം. ഇത് ഒരു ഭാഗത്ത് കാലിന്റെ നീരും വയറ്റിലെ മുഴയും തലവേദനയും കൊച്ചിന്റെ വിഷയമൊക്കെ മാറിയേക്കാം. പക്ഷേ ചിലരുടെ വിഷയത്തിൽ ശൂലം മാറിയില്ലെങ്കിലും ആ ശൂലത്തിന്റെ ഇടയിലൂടെ, സ്വത്രം മുള്ളുകൾക്കിടയിലൂടെ താമരയെ കൊണ്ടുവന്ന ദൈവമല്ലേ നമ്മുടെ കർത്താവ്? മുള്ളുകൾക്കിടയിലൂടെ താമരയെ കൊണ്ടുവന്നവൻ യേശുവിന്റെ നാമത്തിൽ ശൂലങ്ങൾക്കിടയിലൂടെ അവര് പോലും അറിയാതെ അതിശ്രേഷ്ഠനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ റൂട്ട് തിരിച്ചുവിട്, കാഴ്ചപ്പാട് മാറ്റിയെടുക്ക. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ചിന്താഗതികളെ മാറ്റിയെടുക്ക. സർവശക്തനോട് പറ, പ്രതിയോഗി ആരുമാകട്ടെ, പ്രതികൂലം എന്തുമാകട്ടെ, എനിക്ക് അതിശ്രേഷ്ഠനാകണം. എങ്ങനെയാകണം? വീട് പൊളിച്ചു പണിതുകൊണ്ടല്ല, കാറ് മാറ്റി മേടിച്ചോണ്ടല്ല, എനിക്ക് കൃപാവരങ്ങളാൽ, അഭിഷേകത്താൽ, ആത്മീകത്താൽ, ആരാധനയാൽ, എന്നെ വിളിച്ച വിളിയുടെ മഹാത്മ്യത്താൽ അതിശ്രേഷ്ഠനാകണം.